ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ സ്പ്രിംഗ് ഒനിയൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആ സ്പ്രിംഗ് ഒനിയനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ നാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി അത് ചെറുതാക്കി അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പം സ്പ്രിംഗ് ഒനിയനൊക്കെ സാധാരണ നമ്മൾ എന്തിൻ്റെ കൂടെ ഇടുന്നത്, നമ്മളങ്ങനെ തോരൻ വെച്ചൊക്കെ കഴിക്കൽ കുറവല്ലേ. അപ്പം എന്തിൻ്റെയിലൊക്കെ കൂടെ ചിക്കൻ്റെ കൂടെ പിന്നെ മാഗി അങ്ങനെ നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളുടെ കൂടെയൊക്കെ അല്ലേ സ്പ്രിംഗ് ഒനിയൻ നമ്മൾ കഴിക്കാറ്. ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ ചിലരൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. അപ്പം നമ്മളിത് അത് വെച്ച് നല്ലൊരു അടിപൊളി തോരൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. സ്പ്രിംഗ് ഒനിയനെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങായും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതാക്കി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അരയ്ക്കുമല്ല ഒതുക്കിയെടുക്കണേ. അപ്പം 2 പച്ചമുളകാട്ടോ എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകായുണ്ട് കേട്ടോ 2 എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ തീരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സവോളയോ ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ കൂടെ തന്നെ ചെറിയ സവോളയുടെ ഇതുണ്ടല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പം വേണ്ടവർക്ക് ചേർക്കാട്ടോ സവോളയൊക്കെ അരിഞ്ഞതാവേ. ഇപ്പം ഞാൻ ചേർത്തിട്ടൊന്നുമില്ലേ. അപ്പോൾ അതൊന്ന് ചെറുതാക്കി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം നമ്മൾ സ്പ്രിംഗ് ഒനിയനകത്ത് ഇലയല്ലേ, അപ്പം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പാത്രം നിറച്ചുണ്ട്. അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കൊണ്ട് വാടി കഴിയുമ്പോഴത്തേക്കിന് അതെല്ലാം പകുതിയാവും കേട്ടോ. അതിൻ്റെ പകുതിയാവുമേ. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് പാത്രം നിറച്ചുണ്ടല്ലോ എന്ന്. പക്ഷേ അത്രയൊന്നുമില്ല കേട്ടോ. ഇലകളെല്ലാം അങ്ങനെയല്ലേ. നമ്മൾ പാത്രം നിറച്ച് കണ്ടാലും കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ചൂടായി ഒന്ന് ആവി കൊണ്ട് കഴിയുമ്പോൾ അതെല്ലാം ചെറുതായി പോവും, ചുങ്ങിപ്പോവും, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുവേ. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളൊന്ന് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിന് ആവി വെള്ളമൊക്കെ വീണ് റെഡിയായി വരും കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ കറിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. ഇലയൊക്കെ ആയതുകൊണ്ട് ഇതാ നിറച്ചില്ലായിരുന്നു നമ്മൾ ആദ്യം ഇട്ടപ്പോൾ. ഇപ്പോൾ ഇതാ എല്ലാം ചെറുതായി പാത്രത്തിൻ്റെ പകുതി ആയില്ലേ. അപ്പോൾ ഇതാ പകുതി ആവിവെള്ളമൊക്കെ നന്നായിട്ട് വീണത് വറ്റിച്ചൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള തോരൻ കറികളൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.